മുളപ്പിച്ച ഗ്രീൻ പീസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. Hi, hello friends. Welcome back to a new episode. ഇന്ന് എൻ്റെ അമ്മ ചെയ്യാൻ പോകുന്ന റെസിപ്പി പീസ് എഗ് സ്റ്റിർ ഫ്രൈ. അപ്പോൾ നമുക്കിന്ന് പീസ് എഗ് സ്റ്റിർ ഫ്രൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ പീസിന് അത് മുളപ്പിച്ച ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് മുളപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രീൻ പീസ് നോർമലായിട്ടുള്ള ഗ്രീൻ പീസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് ഓവർനൈറ്റ് വെക്കും. ഓവർനൈറ്റ് വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ അത് സ്ട്രെയിൻ ചെയ്തെടുത്ത് മാറ്റി വെക്കും. സ്ട്രെയിൻ ചെയ്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അത് മൂടി വെക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, മൂടി വെക്കുക. അങ്ങനെ മൂടി വെച്ചിട്ട് ഒരു ദിവസം കൂടെ അങ്ങനെ മൂടി വെക്കുക. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഇതുപോലെ നല്ല സ്പ്രൗട്ട്സ് ഒക്കെ വന്ന് ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ നമുക്ക് നോർമൽ ഗ്രീൻ പീസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇത് ഞാൻ ഇപ്പോൾ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള ഗ്രീൻ പീസ് വെച്ചിട്ട് കാണിക്കുന്നുള്ളതേ ഉള്ളൂ, കൂടുതൽ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഈ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഒത്തിരി ഗ്രീൻ പീസ് അങ്ങ് വെന്ത് പോവും. ഓൾറെഡി സ്പ്രൗട്ടഡ് ആയിട്ട് ഉള്ളതായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെന്ത് പോവും. അതിൻ്റെ ആവശ്യമില്ല. നമുക്കല്ലാതെ തന്നെ വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് വരെ നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുക്ക് ആയിക്കോളും. അതിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ നമുക്കിത് കുക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പീസ് എഗ് സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വളരെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ കുറച്ച് കറി ലീവ്സ് വേണം, നമ്മുടെ കറിവേപ്പില. അതുപോലെ പച്ചമുളക് നിങ്ങൾക്ക് 2-3 എണ്ണം വേണമെങ്കിൽ യൂസ് ചെയ്യാം, എരിവ് കുറഞ്ഞതാണെങ്കിൽ. എൻ്റെ കയ്യിൽ നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് എടുക്കുന്നുള്ളൂ, വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടൊമാറ്റോ വേണം, അതും വളരെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. പിന്നെ നമുക്ക് വേണ്ടത് എഗ്ഗാണ്. ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്തതെന്ന് നോക്കാം. ഇപ്പം നമുക്കൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് നമ്മുടെ ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. മുളപ്പിച്ച ഗ്രീൻ പീസ് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കറി കാണാനും കഴിക്കാനും ഒന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇങ്ങനെ പീസായിട്ട് തന്നെ ഇങ്ങനെ കിടക്കുന്ന കാണാനാണ് നല്ല ഭംഗി ഉണ്ടാവുക. ഇത് ഒരുപാടൊന്നും വേവിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ഈ വെള്ളത്തിൽ കിടന്നൊന്ന് ബോയിലായി വരുമ്പോൾ തന്നെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ഇത് ഇട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഗ്രീൻ പീസ് 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്, നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് ഇത് ഒരു സ്ട്രെയിനറിൽ സ്ട്രെയിൻ ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാൻ എടുക്കുക. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുട്ട ലാസ്റ്റ് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ പ്രിപ്പയർ ചെയ്യാം. ഞാനൊരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ആഡ് ചെയ്യാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഗോൾഡൻ ഷെയ്ഡൊന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി. നമുക്ക് ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേഗം തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടും. ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ വഴണ്ടി കിട്ടാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഈ ഉപ്പ് നമ്മളിത് ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ
ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അത് ഓൾറെഡി ഞാൻ ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ളൊരു ടിപ്പാണ്, നല്ലൊരു കിച്ചൺ ടിപ്പാണത്. മോർണിംഗിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ വേഗം തന്നെ ഉള്ളിയൊക്കെ വഴണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സോൾട്ട് ആ സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉള്ളി വഴണ്ട് കിട്ടും. അപ്പോൾ ഉള്ളിയൊക്കെ വഴണ്ട് കിട്ടുന്ന ടൈം കൊണ്ട് നമുക്ക് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം. ഉള്ളിയും ഇഞ്ചിയൊക്കെ പച്ചമണമൊക്കെ മാറി ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ മതിയാവും. ഓൾറെഡി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഒരുപാട് വേണ്ട, പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ മതിയാവും. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ ടൊമാറ്റോ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു പീസ് സ്റ്റിർ ഫ്രൈ. ഇത് തട്ടുകട സ്റ്റൈൽ പീസ് സ്റ്റിർ ഫ്രൈ ഉണ്ട്, അതിൻ്റെ റെസിപ്പി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിപ്പോൾ ഞാൻ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സ്പ്രൗട്ടഡ് ആയിട്ടുള്ള ഗ്രീൻ പീസ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അല്ലാതെ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അല്ലാതെ നോർമൽ ആയിട്ടുള്ള ഗ്രീൻ പീസ് യൂസ് ചെയ്യാം. നോർമൽ ആയിട്ടുള്ള ഗ്രീൻ പീസാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്യണം. ഫ്രോസൺ ആണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് സ്റ്റിർ ചെയ്തെടുക്കാം. അപ്പോൾ എഗ്ഗ് ആഡ് ചെയ്യുന്ന ടൈമിൽ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കുക, മിനിമത്തിലാക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് സ്റ്റിർ ചെയ്ത് എടുക്കാം. ഈ മുട്ടയോടൊപ്പം തന്നെ നമുക്ക് മുളപ്പിച്ച് വെച്ച സ്ട്രെയിൻ ചെയ്ത് വെച്ച ഗ്രീൻ പീസ്, നമ്മൾ വേവിച്ച് സ്ട്രെയിൻ ചെയ്ത് വെച്ച ഗ്രീൻ പീസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടങ്ങ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതുപോലെ ഇളക്കി സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള അതേസമയം വളരെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പീസ് എഗ് സ്റ്റിർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പീസ് എഗ് സ്റ്റിർ ഫ്രൈ.